എൻ്റെ വീട്ടിലെ വേലക്കാർ പാർട്ട് 3. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ കൂടെ കൂട്ടിയ ഒരു വേലക്കാരനാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്നറിയോ, ഈ പുള്ളി നമ്മുടെ വീട് വൃത്തിയായിട്ട് അടിച്ചു വാരി തുടച്ചിടും. ഇതിൽ കൂടുതൽ സഹായം ആരെക്കൊണ്ടെങ്കിലും പറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പുള്ളിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലും സാരമില്ല. ഞാൻ ഡെലിവറി കഴിയുമ്പോൾ ആദ്യം എൻ്റെ കെട്ടിയവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു റോബോട്ടിക് വാക്വം ക്ലീനർ വേണമെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, കൊച്ചിനെ മാനേജ് ചെയ്യലും വീട് ക്ലീൻ ചെയ്യലും എല്ലാം കൂടെ പറ്റില്ല. നമുക്ക് വേലക്കാരെ വെക്കാനുള്ള അത്ര സാമ്പത്തികവും ഇല്ല. സോ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളെ സഹായിക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ മെഷീൻസാണ്. അവരാണെ പരാതിയും പറയില്ല, ഒരു പ്രശ്നവും ഇല്ല, താനും എന്തോ ഒരു വേണമെങ്കിൽ പണിയെടുക്കും. ഞാൻ ഈ റോബോട്ടിനെ വാങ്ങിച്ചു എന്ന് കരുതി ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന് കരുതണ്ട. ഞാൻ റോബോട്ടിനെ വാങ്ങിക്കുമ്പോൾ ഈ റോബോട്ടിൻ്റെ ഇത് ഐറോബോട്ടിൻ്റെ റൂംബ കോംബോ എന്ന് പറയുന്നൊരു വേർഷനാണ്. അപ്പം ഞാൻ റൂംബ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ റൂംബ ഉണ്ടല്ലോ, റൂംബ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ബേസിക് വേർഷനാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു 90% കാർപ്പറ്റാണ്. വളരെ കുറച്ച് ഭാഗത്ത് അടുക്കളയിലും ബാത്റൂമിലും മാത്രമേ ടൈൽസ് ഉള്ളൂ, ബാക്കിയെല്ലാം കാർപ്പറ്റാണ്. സോ ആക്ച്വലി ചുമ്മാ വാക്വം ക്ലീനർ മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞാൽ വാക്വം ക്ലീൻ ചെയ്യാനായിരുന്നു. ഇതിൻ്റെ വലിയ വലിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം സെക്കൻഡ് ഹാൻഡ് വാങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സെക്കൻഡ് ഹാൻഡ് തന്നെ വലിയ വെറൈറ്റിയുടെ വരുമ്പോൾ ഒത്തിരി പൈസയാവും. അത് വെച്ച് എനിക്ക് പുതിയ ഒരെണ്ണം ബേസിക് ലെവലിൽ എനിക്ക് ആവശ്യമുള്ള ലെവലിൽ കിട്ടും. ഇവരെ എംറ്റി ചെയ്യാനൊക്കെ നമ്മൾ ഫിസിക്കലി എംറ്റി ചെയ്യണം. ഇവനെ കമത്തി ഇട്ടിട്ട് അതിനകത്തുള്ള വേസ്റ്റ് ബിന്നെടുത്ത് എംറ്റി ചെയ്യണം. അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഇവൻ ക്ലീൻ ചെയ്യാൻ മിടുക്കനായതുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഹാള് ക്ലീൻ ചെയ്യണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എടാ റൂംബേ പോയി അടിച്ച് വാരിടാ എന്ന് പറഞ്ഞാൽ മതി, അവൻ പോയി അടിച്ച് വാരിക്കോളും. നല്ല സൂപ്പർ സാധനം. ഞാൻ ഒരു മിനിമലിസ്റ്റാണ് എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എനിക്ക് വാർഡ്രോബ്, തുണികൾ അങ്ങനെ ഒന്നിലും വലിയ ക്രേസ് ഒന്നുമില്ല. എനിക്ക് ഒരുപാട് ക്ലോത്ത്സ് എല്ലാം വേണം എന്നിട്ട് ആഗ്രഹവും ഇല്ല. വലിയ ക്വാളിറ്റി, വലിയ ബ്രാൻഡ് ഇതൊന്നും എനിക്ക് ആഗ്രഹമേ ഇല്ല. പക്ഷേ ഇങ്ങനത്തെ എല്ലാ ടെക്നോളജീസും വീട്ടിൽ വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അങ്ങനെ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളീ കാണുന്നത്. ഇതാണ് എൻ്റെ സ്വന്തം റൂംബ.